السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا. نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ആദരണീയരായിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കാരുണ്യവും കൃപയും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. നമ്മൾ ഈ സന്ദർഭത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ഓമശ്ശേരിയിലെ സഹോദരൻ്റെ, അതുപോലെ റസിയ KP എന്ന് പറയുന്ന സഹോദരിയുടെ പുത്രനായിട്ടുള്ള സാഹിലുൽ ഹക്ക് അദ്ദേഹത്തിൻ്റെയും അതുപോലെ തന്നെ അബ്ദുൽ അസീസ് അതുപോലെ ഫൗസിയ അവരുടെ പുത്രിയായിട്ടുള്ള അർഷ അസീസ് ഓമശ്ശേരി തിരുവമ്പാടി. അപ്പോൾ ഇവരുടെ വിവാഹത്തിന് സാക്ഷികളാകുന്നതിനും അതുപോലെ അർഹമുറാഹിമീനായ റബ്ബിൻ്റെ അനുഗ്രഹം ഈ ദമ്പതിമാർക്ക് വർഷിക്കുന്നതിന് വേണ്ടി അവരുടെ നന്മയുള്ള ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി, കുടുംബ ജീവിതത്തിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആശംസകൾ നേരുന്നതിനും വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സഹോദരങ്ങളെ, ആദ്യമായിട്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ളത് ഈ കുടുംബം, ഈ വിവാഹത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സാഹിലുൽ ഹക്കിനും അതുപോലെ തന്നെ അർഷ അസീസിനും
അല്ലാഹു സുബ്ഹാനഹു വ തആല ഐശ്വര്യമുള്ള, നന്മയുള്ള, സന്തോഷമുള്ള, സമാധാനമുള്ള, ഖൈറും ബർക്കത്തുമുള്ള ഒരു ജീവിതം ഈ നിക്കാഹ് നടക്കുന്ന ഈ നിമിഷം മുതൽ അവർ ഈ ലോകത്തുനിന്ന് വിട പറയുന്നത് വരെ ആ സമാധാനമുള്ള, സന്തോഷകരമായ, ഐശ്വര്യമുള്ള ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്ത് കൊണ്ട് പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ലോകത്തുള്ള വിശ്വാസ സമൂഹത്തിനോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫി ഖൈർ. നാഥാ, ഈ രണ്ടാളുകൾക്കും നീ നന്മ പ്രദാനം ചെയ്യണമേ, ബറക്കത്ത് നൽകണമേ. അല്ലാഹുവേ, നിൻ്റെ അനുഗ്രഹത്തിൽ അവരെ ഒരുമിച്ച് ചേർക്കണമേ. അവരുടെ പ്രയാണം, അവരുടെ മുന്നോട്ടുള്ള ജീവിതം അത് ഖൈറിലാക്കണമേ എന്നുള്ള അർത്ഥം വരുന്ന പ്രാർത്ഥന ഈ സന്ദർഭത്തിൽ ആവർത്തിച്ചുകൊണ്ട് അവർക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇന്ന് കേരളീയ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. വിവാഹരംഗത്ത് പുതുതലമുറ അവർ ആഗ്രഹിക്കുന്നത് വിവാഹമൊന്നും വേണ്ട എന്നുള്ളതാണ്. ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന പുതുതലമുറ ഇപ്പോൾ വിവാഹമൊന്നും വേണ്ട എന്ന് ആഗ്രഹിക്കുകയും അവരെ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുന്ന ചില ശക്തികൾ പല കോണുകളിലുമുണ്ട്. എത്രയെന്ന് പറഞ്ഞാൽ മതബോധമുള്ള എന്ന് നമ്മൾ കരുതുന്ന, 5 നേരം നമസ്കരിക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന, ദീനീ പ്രവർത്തനങ്ങളുമായൊക്കെ ബന്ധമുള്ള 20ഉം 22ഉം വയസ്സായ പെൺകുട്ടികൾ പോലും വിവാഹം വേണ്ട എന്നുള്ള ഒരു ചിന്തയിലേക്ക് വീണുപോയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിൻ്റെ കിതാബായ പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്ന ഓരോ ആണും പെണ്ണും അവരെന്താ മനസ്സിലാക്കേണ്ടത്? ലോകത്തിന് ദിശാബോധം നൽകാൻ വേണ്ടി അല്ലാഹു തആല അയച്ചിട്ടുള്ള അംബിയ, മുർസലീങ്ങൾ, പ്രവാചകന്മാർ, അവരെ വിവാഹം കഴിച്ചവരായിരുന്നു അവരിൽ മിക്കവരും. അവർക്ക് കുടുംബമുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. 13-ാം അധ്യായം 38-ാം സൂക്തം അല്ലാഹു തആല പറയുകയാണ്, വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക് വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ. നാം മുഹമ്മദ് നബിയെ നിനക്ക് മുമ്പ് അംബിയ, മുർസലീങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. അവർക്ക് ഇണകളെയും സന്താനങ്ങളെയും നാം നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 24-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ സൂക്തം, വഅൻകിഹുൽ അയാമ മിൻകും വസ്വാലിഹീൻ. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഇണകളില്ലാത്ത, കല്യാണം കഴിച്ചിട്ടില്ലാത്ത ആളുകൾ, അതുപോലെ സദ്വൃദ്ധന്മാർ, പുണ്യം ചെയ്യുന്നവർ, അവർക്ക് നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കുവിൻ എന്ന് അല്ലാഹു തആല ഈ ആളുകളുടെ രക്ഷിതാക്കളോട്, വലിയകളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പല മുഫസ്സിറുകളും രേഖപ്പെടുത്തി വിവാഹമെന്ന് പറയുന്നത് വാജിബാണ്, നിർബന്ധമാണ് എന്നുള്ളത്. കഴിവുള്ള ആളുകൾ വിവാഹം കഴിക്കണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അന്നിക്കാഹു മിൻ സുന്നതി, എൻ്റെ ചര്യയിൽപ്പെട്ടതാണ് വിവാഹം കഴിക്കുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിൽ പ്രവാചകൻ്റെ ജീവിതം, ആരാധനകൾ, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷിച്ചു വന്നിട്ടുള്ള ചില ആളുകൾ പ്രവാചകൻ്റെ ആരാധനാ രംഗത്തുള്ള താല്പര്യവും ആ അള്ളാഹുവിനോടുള്ള കൂറും പ്രതിബദ്ധതയും മമതയും ഒക്കെ മനസ്സിലാക്കിയിട്ട് അവർ പ്രഖ്യാപിച്ചു, ഞാനിനി വിവാഹം കഴിക്കുകയില്ല. ഒരാൾ പറഞ്ഞു, ഞാൻ എന്നും നോമ്പ് നോക്കും. വേറൊരാൾ പറഞ്ഞു, ഞാൻ എന്നും രാത്രി സുദീർഘമായി നമസ്കരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രവാചകന് വരികയും ഈ കാര്യങ്ങൾ അറിയുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുകയുണ്ടായി, നിങ്ങൾ അവരെ വിളിച്ചുകൂട്ടി പറഞ്ഞു, നിങ്ങളാണോ അങ്ങനെയൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളത്? എങ്കിൽ നിങ്ങൾ അറിയുക,
ഞാൻ ലോകത്ത് ജനങ്ങൾക്ക് മാർഗദർശനം കാണിക്കാൻ വേണ്ടി അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. ഞാൻ സ്ത്രീകളെ കല്യാണം കഴിക്കുന്നു. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. ആര് വിവാഹത്തോട് വിമുഖത കാണിക്കുന്നുവോ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് സഹീഹുൽ ബുഖാരിയുടെ 5063 വചനത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വർത്തമാനകാല സമൂഹം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഡയറ്റിങ് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. വിവാഹത്തിൽ താല്പര്യമില്ല ആളുകൾക്ക്. ആണും പെണ്ണും യുവതിയും യുവാവും ഒക്കെ തോന്നിയതുപോലെ ഒന്നിച്ച് ജീവിക്കുന്നു, ഒന്നിച്ച് താമസിക്കുന്നു, ഒന്നിച്ച് ജോലിയെടുക്കുന്നു. പിതാവിൻ്റെ അനുവാദം വേണ്ട അവർക്ക്, മാതാവിൻ്റെ അനുവാദം വേണ്ട, കുടുംബത്തിൻ്റെ അനുവാദം വേണ്ട. അതൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അവർ സർവതന്ത്ര സ്വതന്ത്രരാണ്. അതാണ് ഐശ്വര്യം, അതാണ് നന്മ, അതാണ് അവകാശങ്ങൾക്ക് നല്ലത് എന്നവർ വിചാരിക്കുന്നു. ഇസ്ലാം അങ്ങനെയുള്ള സങ്കല്പങ്ങളെ തച്ച് തകർക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയ്യുമംറഅത്തിൻ നകഹത ബിഗൈരി ഇദ്നി മവാലിഹാ. രക്ഷാകർത്താവിൻ്റെ അനുവാദമില്ലാതെ, വലി എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ രക്ഷിതാവ്, അവളുടെ അഭിമാനവും അന്തസ്സും കാത്തു സൂക്ഷിക്കുന്ന, അവൾക്ക് അന്നം നൽകുന്ന, അവൾക്ക് എല്ലാവിധ സംരക്ഷണവും നൽകുന്ന, അവളെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ആ രക്ഷിതാവ്, അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ഒരു പെൺകുട്ടി വിവാഹത്തിലേക്ക് കാലെടുത്തു വച്ചാൽ അങ്ങനെയുള്ള വിവാഹം അത് ബാത്തുലാണ്, അത് ശരിയാവുകയില്ല, അത് അംഗീകരിക്കപ്പെടുന്നതല്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ചുകൊണ്ട് 3 തവണ പറഞ്ഞതായിക്കൊണ്ട് മഹാനായ ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ല തൻ്റെ സുനനിൽ 2083 വചനത്തിൽ കാണിച്ചതായി നമുക്ക് കാണാം. പക്ഷേ ഇന്ന് ആളുകൾ ചിന്തിക്കുകയാണ്, എന്തിനാണ് പിതാവിൻ്റെ അനുവാദം? ഒരു പെൺകുട്ടി വോട്ടവകാശമുണ്ട് 18 വയസ്സായി കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിക്ക് എന്തിനാണ് രക്ഷിതാവിൻ്റെ വലിയൻ്റെ അനുവാദം? പിതാവിൻ്റെ അനുവാദം എന്തിന്? മാതാവിൻ്റെ അനുവാദം എന്തിന്? കുടുംബത്തിൻ്റെ അംഗീകാരം എന്തിന് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. എന്നാൽ ആ വലിയനൊരു ദൗത്യമുണ്ട്. പെൺകുട്ടിയെ 18 വയസ്സ് വരെ ഇക്കാലം അത്രയും വളർത്തി വലുതാക്കി കൊണ്ടുവന്നിട്ടുള്ള, അവൾക്ക് ഭക്ഷണം നൽകിയ, ചികിത്സ നൽകിയിട്ടുള്ള, സംരക്ഷണം നൽകിയിട്ടുള്ള, വസ്ത്രം നൽകിയ, വിദ്യാഭ്യാസം നൽകിയിട്ടുള്ള, എല്ലാവിധ സംരക്ഷണവും നൽകിയിട്ടുള്ള ആ വലിയ അദ്ദേഹത്തിനാണ് ഈ പെൺകുട്ടിയുടെ യഥാർത്ഥത്തിലുള്ള നന്മ ആഗ്രഹിക്കാൻ കഴിയുക. ഏതെങ്കിലും ആള് വഴിയിൽ നിന്ന് കണ്ട് പരിചയപ്പെട്ട, അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങളോ മാസങ്ങളോ ഒക്കെ ഒന്നിച്ച് പഠിച്ചു, അല്ലെങ്കിൽ ഒന്നിച്ച് ജോലി ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ ഒന്നിച്ച് താമസിക്കല്ല. മറിച്ച് അവർക്കൊക്കെ ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ലക്ഷ്യമായിരിക്കും ഉണ്ടാകുക. എന്നാൽ ഈ രക്ഷിതാവിനാണ്, വലിയനാണ് പെൺകുട്ടിയുടെ നന്മ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ് ഉണ്ടാവുക. എൻ്റെ പെൺകുട്ടിക്ക് അവളുടെ വരൻ ധാർമ്മിക ചിന്തയുള്ളയാളാണോ എന്നുള്ള ഒരു ചിന്ത, ഒരു ബോധം ഈ വലിയനായിരിക്കും ഉണ്ടാകുക. എൻ്റെ മകളുടെ ഭർത്താവ് മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിക്കുന്നവനാണോ ഉപയോഗിക്കാത്തവനാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഏറ്റവും നല്ല കൈകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മകളെ ഏൽപ്പിക്കാനുള്ള ആ ഒരു ചിന്ത യഥാർത്ഥത്തിലുള്ള വലിയനായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് വലിയ വേണം, വലിയില്ലാതെ വിവാഹമില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കാനുള്ള കാരണം. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിൽ കുടുംബ വ്യവസ്ഥക്ക് വലിയ പ്രാധാന്യമുണ്ട്. അല്ലാഹു ജല്ല ജലാൽ, ആ സർവശക്തനായ പടച്ച റബ്ബിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് 25-ാം അധ്യായം 54-ാം സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞത്, മനുഷ്യ നിനക്ക് രക്തബന്ധമുണ്ടാക്കി തന്നു, വിവാഹബന്ധമുണ്ടാക്കി തന്നു, അത് അള്ളാഹുവിൻ്റെ കഴിവാണ് എന്നുള്ളതാണ്. വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറ, അവനാണ് വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചവൻ. ഫജഅലഹു
നെസബ എന്നിട്ട് അവന് രക്തബന്ധമുണ്ടാക്കി, വസിഹ്റ വിവാഹബന്ധമുണ്ടാക്കി, വകാന റബ്ബുക ഖദീറ നിന്റെ രക്ഷിതാവ് അതിന് കഴിവുള്ളവനാണ്. അതേ സുഹൃത്തുക്കളെ, രക്തബന്ധത്തിനും വിവാഹബന്ധത്തിനും ഒക്കെ ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്. മനുഷ്യൻ്റെ സാമൂഹ്യ വ്യവസ്ഥക്ക് അടിത്തറയായി ഇസ്ലാം കാണുന്നത് ഈ രക്തബന്ധവും വിവാഹബന്ധവുമാണ് എന്നുള്ളതാണ്. ഇസ്ലാം കുടുംബ വ്യവസ്ഥക്ക് വമ്പിച്ച പ്രാധാന്യം കൽപ്പിക്കുന്നു. അതായത് പിതാവ്, മാതാവ്, സഹോദരൻ, സഹോദരി, അതുപോലെ തന്നെ ജ്യേഷ്ഠൻ, അനുജൻ, അങ്ങനെ ഉള്ള ഈ ബന്ധങ്ങളുണ്ടല്ലോ, അവർ ഒരുമിച്ച് കൂടുന്നതും സന്തോഷം പങ്കിടുന്നതൊക്കെ ഇസ്ലാമിൽ വലിയ കാര്യങ്ങളാണ്. പിതാവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ ആ സാന്നിധ്യത്തിൽ മക്കൾ അനുഭവിക്കുന്ന സന്തോഷവും നിർവൃതിയും അതിനൊക്കെ അത് പുണ്യകരമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. പക്ഷേ ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് ആൽഫ ജനറേഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, അതുപോലെ തന്നെ ലിബറലിസം, നിയോ ലിബറലിസം, ഫെമിനിസം, അതുപോലെ തന്നെ ലിവിങ് ടുഗദർ, ലെസ്ബിനിയസം, അങ്ങനെയുള്ള ഒട്ടേറെ സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ കുടുംബ വ്യവസ്ഥയെ തകർക്കുവാൻ, ശിഥിലമാക്കുവാനുള്ള പരിശ്രമങ്ങൾ പല ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, വമിൻ ആയാതിഹി അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. നമ്മൾ ശരിക്കും ചിന്തിക്കണം കേട്ടോ. അതായത് മലിക്കുൽ ജബ്ബാറായിട്ടുള്ള അള്ളാഹുവിനെ കണ്ടെത്താനുള്ള, അറിയാനുള്ള കാര്യങ്ങൾക്കാണ് ദൃഷ്ടാന്തമെന്ന് പറയുന്നത്. അങ്ങനെ അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണെന്ത്? അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങൾ സമാധാനപൂർവ്വം ഒത്തുചേരുന്നതിന് വേണ്ടി നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിക്കുകയും എന്നിട്ട് അവർക്കിടയിൽ അല്ലാഹു സ്നേഹവും കാരുണ്യവും നിശ്ചയിക്കുകയും ചെയ്തത് അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്ന് അല്ലാഹു തആല പറയുകയാണ്. എത്രമാത്രം ഗാംഭീര്യത്തോടുകൂടെ, എത്രമാത്രം ചിന്താദീപകമായിട്ടാണ് അല്ലാഹു തആല അത് പരാമർശിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വിവാഹത്തിന് കൃത്യമായ ലക്ഷ്യങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുകയാണ്. സംശുദ്ധ ജീവിതമായിരിക്കണം നയിക്കേണ്ടത്. എങ്ങനെയെങ്കിലും ജീവിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. കാലികൾ ജീവിക്കുന്നത് പോലെ എവിടെയും അന്തിയുറങ്ങാം, ആരുടെ കൂടെയും താമസിക്കാം, ആരിലും കുഞ്ഞുങ്ങളുണ്ടാകാം എന്നുള്ള കാഴ്ചപ്പാട് പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. എന്ന് മാത്രമല്ല, മനസ്സമാധാനമുണ്ടാവണമെങ്കിൽ അവന് മനുഷ്യ ജീവിതത്തിൻ്റെ, മനുഷ്യ മനസ്സിൻ്റെ പച്ചയായ യാഥാർത്ഥ്യമാണ് അവന് അവളുണ്ടാകണം. അപ്പോൾ ഒരു കുടുംബം, ഭാര്യ, ഇണയും തുണയും, അതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. സമാധാനത്തിനത് അത്യന്താപേക്ഷിതമാണ്. മനുഷ്യ ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ ഇണയും തുണയുമായിട്ടാണ് ആളുകൾ ജീവിച്ചിട്ടുള്ളത്. അതിനെ തകർക്കാൻ ഒരു ഡയറ്റിങ്ങിനും സാധ്യമല്ല, ഒരു ലിവിങ് ടുഗദറിനും സാധ്യമല്ല. സഹോദരങ്ങളെ, വിവാഹ ജീവിതത്തിന് ഒട്ടേറെ ലക്ഷ്യങ്ങളുണ്ട്. മനസ്സമാധാനം ഉണ്ടാകുക എന്ന് മാത്രമല്ല, കുഞ്ഞുങ്ങളുണ്ടാകണം, സന്താന സൗഭാഗ്യം വേണം. അതുപോലെ ജീവിതത്തിന് ക്രമവും വ്യവസ്ഥയും ഉണ്ടാകണം. താളം തെറ്റിയ, താറുമാറായിട്ടുള്ള ഒരു ജീവിതം ഒരിക്കലും പാടുള്ളതല്ല. സ്നേഹബന്ധം അതിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ട ജീവിതമായിരിക്കണം ഉണ്ടാകേണ്ടത്. പക്ഷേ ഇന്നെന്താ? ഇന്ന് രഹിത ജീവിതമാണ്. വിവാഹമൊന്നും കഴിക്കേണ്ട, ഒന്നിച്ച് ജീവിക്കുക. അതുപോലെ തന്നെ നോക്കൂ, അതൊക്കെയാണ് ഒരു പെൺകുട്ടിയുടെ അന്തസ്സ് നിലനിർത്തുവാൻ, ഒരു പുരുഷൻ്റെ പൗരുഷം നിലനിർത്തുവാൻ എങ്ങനെയുമൊക്കെ ജീവിക്കാം എന്നുള്ള കാഴ്ചപ്പാടാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ ഈ ന്യൂട്രൽ ജെൻഡറലിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ലൈംഗിക നിഷ്പക്ഷത എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ജെൻഡറൽ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഇങ്ങനെയുള്ള മഹനീയമായിട്ടുള്ള വിവാഹ രംഗത്തെ സങ്കല്പങ്ങളെ തച്ചു തകർക്കുന്ന കാഴ്ചപ്പാടുകളാണെന്ത്? ഇൻ്റർ റിലീജിയസ് ലവ് മാരേജ്. അതായത് മതം ഒക്കെ പരിഗണിക്കാതെ ഏത് മതത്തിൽപ്പെട്ട ആളുകളെയും കല്യാണം കഴിക്കാനുള്ള ഒരു ത്വര. തീർച്ചയായിട്ടും വേദം നൽകപ്പെട്ട സമൂഹത്തിൽ പെൺകുട്ടികളെ ഒരു വിശ്വാസിക്ക് വിവാഹം കഴിക്കാം, അത് അനുവദനീയമാണ് എന്ന് ഇസ്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള
ഇൻ്റർ റിലീജിയസ് ലവ് മാരേജുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ശക്തികൾ, അതുപോലെ തന്നെ സ്വവർഗ വിവാഹം പ്രോത്സാഹിപ്പിക്കുന്ന ശക്തികൾ, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ചുരുക്കത്തിൽ പറയുകയാണ്, ഇപ്പോൾ ലിവിങ് ടുഗദർ ഉണ്ടല്ലോ, ഈ ലിവിങ് ടുഗദറിനെ സംബന്ധിച്ച് ആധുനിക പഠനങ്ങൾ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ലിവിങ് ടുഗദർ ആരംഭിച്ചത്? വിവാഹ ജീവിതത്തിൽ ഗാർഹിക പീഡനങ്ങൾ വൻതോതിലുണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പീഡനങ്ങളില്ലാത്ത ഒരു ജീവിതം, അങ്ങനെ കമിതാക്കൾ ഒരു വ്യവസ്ഥയില്ലാതെ ഒന്നിച്ചുള്ള ജീവിതം, അതാണ് ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചു വന്നിട്ടുള്ള ആ സംഭവം. അതിൽ പറയുന്നത് 1060 ആളുകൾ, 1060 ആളുകളും അല്ലെങ്കിൽ 60 ലിവിങ് ടുഗദറിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളും അവരുടെ ഗാർഹിക പീഡനങ്ങളും പ്രശ്നങ്ങളും രൂക്ഷമായ അവസ്ഥയിലാണ് എന്നുള്ളതാണ്. എന്നാൽ ശരിയായ രൂപത്തിൽ വിവാഹം കഴിക്കുമ്പോഴോ 17% വരെ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ശരിയായ അർത്ഥത്തിൽ വിവാഹം കഴിക്കുമ്പോൾ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ആ സംഭവത്തിൽ ഇതിനേക്കാൾ 3 ഇരട്ടിയിലധികമാണ് പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണം. അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത്, ഇസ്ലാം പറയുന്നത് മനുഷ്യൻ്റെ നന്മക്ക് വേണ്ടിയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹമെന്ന് പറയുമ്പോൾ മനുഷ്യന് കൺകുളിർമ ലഭിക്കുന്ന, അവൻ്റെ മനസ്സിന് സമാധാനം ലഭിക്കുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പറയുന്നില്ലേ? 25-ാം അധ്യായം 74-ാം സൂക്തം. എല്ലാവരും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അത് നമ്മൾ പ്രാർത്ഥിക്കണം. എന്താ അർത്ഥം? ഞങ്ങളുടെ നാഥാ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്നുമൊക്കെ കൺകുളിർമ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇണകൾക്കും കൺകുളിർമ ഉണ്ടാകണം, അതുപോലെ മക്കൾക്ക് കൺകുളിർമയുണ്ടാകണം. മാതാവിൽ നിന്നും പിതാവിൽ നിന്നും മക്കൾക്ക് സ്നേഹം കിട്ടണം, അവർക്ക് വാത്സല്യം കിട്ടണം. അതുപോലെ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടണം. അതുപോലെ ആർദ്രത, കാരുണ്യം, അതൊക്കെ ഉണ്ടാവണം. അത് നമ്മൾ മനസ്സിലാക്കുക. എങ്ങനെയാണ് കുടുംബജീവിതത്തിൽ കാരുണ്യമുണ്ടാവുക? മഹാനായ പ്രവാചകൻ പറഞ്ഞു, കല്യാണം കഴിക്കുമ്പോൾ ആരെങ്കിലും കഴിക്കാൻ പാടില്ല. ആളുകളെ സമ്പത്തിന് വേണ്ടി, സൗന്ദര്യത്തിന് വേണ്ടി, കുടുംബ മഹിമക്ക് വേണ്ടി, തറവാടിത്തത്തിന് വേണ്ടി വിവാഹം കഴിക്കുന്നു. പക്ഷേ മതബോധമുള്ള, ധാർമ്മിക ചിന്തയുള്ള, നേരും നിറയുമുള്ള, വിശ്വാസയോഗ്യയായിട്ടുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്ന് പറയുകയുണ്ടായി. അല്ല എങ്കിലോ തരിബത്തിയതാക്ക്, അവൻ്റെ കൈകൾ നശിക്കും എന്നാണ് പ്രവാചകൻ. അതായത് അവൻ്റെ ജീവിതം നരകതുല്യമായിരിക്കും എന്നർത്ഥം. അതാണതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ മതബോധമുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്നുള്ളതാണ്. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഭർത്താവിൻ്റെ സാന്നിധ്യത്തിലും അഭാവത്തിലും അദ്ദേഹത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കുന്ന, എന്തൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ടോ അതെല്ലാം കാത്തു സൂക്ഷിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, അങ്ങനെയുള്ളവളെയാണ് അദ്ദേഹം കല്യാണം കഴിക്കേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുനിയ മതാഉൻ വഖൈറു മതാഇദ് ദുനിയ അൽ മർഅതു സ്വാലിഹ. ഈ ദുനിയാവ്, ഈ ലോകം, ഈ ഭൗതിക ലോകം ഒക്കെ വിഭവങ്ങളാണ്. പക്ഷേ ഏറ്റവും മഹത്തരമായ വിഭവം എന്ന് പറയുന്നത് പുണ്യവതിയായിട്ടുള്ള ഒരു സ്ത്രീയാണെന്നാണ്. സഹോദരങ്ങളെ, അടിവരയിട്ട് ഞാൻ പറയുന്നു, ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് തന്നെ വിശ്വസിക്കുന്ന, തൻ്റെ ദുഃഖത്തിൽ തന്നെ ആശ്വസിപ്പിക്കുന്ന, തൻ്റെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ മുന്നോട്ട് വരുന്ന, തന്നെ തലോടുന്ന ഒരു കൂട്ടുകാരി ഉണ്ടാവുക എന്നുള്ളത് അത് വലിയ അനുഗ്രഹമാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നമദ്ദുന്യാ മതാഉൻ വലൈസ മിൻ മതാഇദ് ദുനിയാ ഷൈഉൻ അഫ്ളല മിനൽ മർഅതി സ്വാലിഹാ. ഇമാം ഇബ്നു മാജ 1855 നമ്പറായിട്ട് കൊടുക്കുന്ന വചനമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്,
സദ്വൃത്തയായിട്ടുള്ള ഒരു സഹോദരിയേക്കാൾ ഏറ്റവും അഫ്ളലായിട്ടുള്ള ഏറ്റവും മികച്ച ഒരു വിഭവം മറ്റൊന്നില്ല എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനമാണ്. തീർച്ചയായിട്ടും അവൾക്ക് അവകാശങ്ങളുണ്ട്. പല ആളുകളും പുരുഷന്മാർ കാണുന്നത് എന്താ പറയുക, ഈ പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ വധു എന്ന് പറഞ്ഞാൽ അവളൊരു യന്ത്രമാണ് എന്നുള്ളതാണ്, അവളൊരു അടിമയാണ് എന്നുള്ളതാണ്. ഇസ്ലാം അതൊക്കെ അതിശക്തമായി എതിർത്ത കാര്യമാണ്. അവൾക്ക് അവകാശങ്ങളുണ്ട്. ഇതാ വിവാഹത്തിലേക്ക് പോകുകയാണ്. വിവാഹത്തിന് വേണ്ട നിബന്ധനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മഹർ എന്ന് പറയുന്ന കാര്യം. എന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുകയുണ്ടായി. അവളുടെ വസ്ത്രം, അവളുടെ ഭക്ഷണം, അവളുടെ ചികിത്സ, അവളുടെ സംരക്ഷണം, ഇതൊക്കെ അദ്ദേഹം അവൾക്ക് നൽകേണ്ടുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞല്ലോ, ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള മനുഷ്യൻ തൻ്റെ ഭാര്യയോട്, തൻ്റെ കുടുംബത്തോട് ഏറ്റവും നല്ല രൂപത്തിൽ നിലകൊള്ളുന്നവനാണ്. നമുക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കുവാനും ആളുകൾക്ക് നന്മ ചെയ്യാനൊക്കെ കഴിയും. പക്ഷേ ഭാര്യയോട് ഏറ്റവും നല്ല രൂപത്തിൽ നിലകൊള്ളാൻ കഴിയുന്നുവെങ്കിൽ അവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുകയാണ്. ഇതാ നമ്മുടെ സഹോദരങ്ങൾ അങ്ങ് മക്കായിൽ ഹജ്ജിലാണല്ലോ പ്രിയമുള്ളവരെ. കഴിഞ്ഞ ദിവസമാണ് അറഫ കഴിഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അറഫയിൽ വെച്ച് നെമിറ പള്ളിയിൽ, അല്ലെങ്കിൽ നെമിറ എന്ന് പറയുന്ന ആ ഭാഗത്ത് പ്രസംഗം നടത്തുകയുണ്ടായി. അറഫ പ്രസംഗം എന്ന പേരിൽ പ്രസിദ്ധമായ പ്രസംഗത്തിൽ അനവധി മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ നടത്തുകയുണ്ടായി. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി മഹനീയമായ പ്രഖ്യാപനങ്ങൾ നടത്തുകയുണ്ടായി. അതിലൊന്നെന്താ, ഇസ്തൗസൗ ബിന്നിസായി ഖൈറാ, അറിയുവിൻ, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളോട്, നിങ്ങളുടെ ഇണകളോട് ഏറ്റവും ഉത്തമമായ നിലയിൽ വർത്തിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഈ ലോകത്തോട് വസീയത്ത് ചെയ്തു എന്നുള്ളതാണ്. എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. ഈ തൻ്റെ കൂട്ടുകാരിയുടെ, തൻ്റെ ഇണയുടെ നല്ലതായ മോഹങ്ങൾ അത് നിവർത്തിച്ചു കൊടുക്കുവാൻ, പരിഹരിച്ചു കൊടുക്കുവാൻ അദ്ദേഹം തയ്യാറാവണം. നമുക്കറിയാം, മദീന പള്ളിയിൽ ആയുധാഭ്യാസ പ്രകടനം ആഘോഷ ദിവസങ്ങളിലൊക്കെ നടക്കുമായിരുന്നു. അത് കാണാനുള്ള മോഹം തൻ്റെ ഇണയായ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായപ്പോൾ അതിന് അനുവാദം കൊടുത്ത മഹാനായ പ്രവാചകന്റെ സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂല് വീട്ടുജോലികളിൽ പോലും സഹായിച്ചിരുന്നതായിട്ട് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. ഞാൻ ദീർഘമാക്കുന്നില്ല. ഇതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഭർത്താവിനോട് ചില കടമകളുണ്ട്. കുടുംബത്തിൻ്റെ നാഥൻ, കുടുംബത്തിൻ്റെ നായകൻ ഭർത്താവാണ്. ആ ഒരു ബഹുമാനം അത് അദ്ദേഹത്തിന് നൽകണം, അദ്ദേഹത്തെ ആദരിക്കണം, അദ്ദേഹത്തെ വിശ്വസിക്കണം. അദ്ദേഹം തൻ്റെ തുണയാണ് എന്നുള്ള ബോധമുണ്ടാകണം. അദ്ദേഹം കാരണം നരകവും സ്വർഗവുമൊക്കെ അത് അദ്ദേഹത്തോടുള്ള പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. അദ്ദേഹത്തോട് നല്ല രൂപത്തിൽ നിലകൊണ്ടു കഴിഞ്ഞാൽ മലായിക്കത്തുകൾ പ്രാർത്ഥിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ഒരു സ്ത്രീയെ പഠിപ്പിക്കുകയാണ്, കുടുംബത്തെ പഠിപ്പിക്കുകയാണ്. സ്നേഹത്തോടുകൂടെ, കാരുണ്യത്തോടുകൂടെ, പരസ്പര വിശ്വാസത്തോടുകൂടെ ഭർത്താവിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകും. ഒരു കുടുംബത്തിൻ്റെ നായകനാകുമ്പോൾ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ, ഈ ജീവിതത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന എന്തെല്ലാം പ്രതിസന്ധികളുണ്ടാകും. അങ്ങനെയുള്ള പ്രതിസന്ധികൾ മനസ്സിലാക്കിക്കൊണ്ട് വളരെ സൈക്കോളജിക്കലായിട്ട് ഇടപെടാൻ ഒരു സ്ത്രീക്ക് തൻ്റെ ഇടമുണ്ടാകണം. അവളാണ് നല്ല ഒരു ഇണ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള സ്ത്രീകളായിട്ട് മാറാൻ അവൾക്ക് കഴിയേണ്ടതുണ്ട് എന്ന് നമ്മൾ അറിയുക. ഒന്നിച്ച് നമസ്കാരത്തിന് പോലും എഴുന്നേൽക്കുവാനും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാനും, അങ്ങനെ ഒന്നിച്ച് സല്ലാപങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പരസ്പരം വസ്ത്രങ്ങൾ എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുന്ന. അത്രമാത്രം ഇഴുകിച്ചേർന്ന സ്നേഹസ്മരണമായിട്ടുള്ള ഒരു ബന്ധമായിരിക്കണം അവർക്കിടയിൽ ഉണ്ടായിരിക്കേണ്ടത്. ക്ഷമയും വിട്ടുവീഴ്ചയും ഉണ്ടാകണം.
അദ്ദേഹത്തിന് വിഷമമുണ്ടായാൽ നമുക്കറിയാം ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആ സംഭവം നമുക്കറിയാം. പ്രവാചകൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ പ്രവാചകന് ആദ്യമായി വഹി വന്ന സംഭവം നമുക്കറിയാലോ. എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. ആ സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ച സംഭവം സഹീഹുൽ ബുഖാരിയിൽ കാണാം. എന്താ അത് പഠിപ്പിക്കുന്നത്? അത് പഠിപ്പിക്കുന്നത് തൻ്റെ ഭർത്താവിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായാൽ ആശ്വസിപ്പിക്കാൻ കഴിയണം. ഖദീജ റളിയല്ലാഹു അൻഹ നിങ്ങൾ നോക്കൂ, കല്ലാ അബ്ശിർ ഫവല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ. എൻ്റെ പ്രിയപ്പെട്ടവനെ, നിങ്ങൾ സന്തോഷം കൊള്ളുക, നിങ്ങൾ വിഷമിക്കരുത് എന്നാണ് പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന ആ പ്രവാചകനോട് പറഞ്ഞു. തണുത്ത് വറച്ചു നിൽക്കുന്ന പ്രവാചകനോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കരുത്, അള്ളാഹു നിങ്ങൾ അപമാനപ്പെടുത്തുകയില്ല. ഇന്നക ലതസിലുർ റഹിം, താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നവനാണ്. വതസ്ദുഖുൽ ഹദീസ്, സത്യസന്ധമായ വർത്തമാനം പറയുന്നയാളാണ്. വതഹ്മിലുൽ കൽ, അശരണരായിട്ടുള്ള ആളുകൾക്ക് സ്നേഹം നൽകുന്ന, ആശ്വാസം നൽകുന്ന, പാവങ്ങളെ ചേർത്ത് പിടിക്കുന്നയാളാണ്. വതകരിൽ ലൈഫ്, അതിഥികളെ ആദരിക്കുന്നവനാണ്. വതുഈനു അലാ നവാഇബുൽ ഹഖ്, അതുപോലെ തന്നെ അങ്ങ് കാലവിപത്തുണ്ടാകുമ്പോൾ സഹായഹസ്തങ്ങൾ ചെയ്യുന്നയാളാണ്. നോക്കൂ, ഒരു ഭാര്യ ഭർത്താവിൻ്റെ നന്മകൾ പറഞ്ഞ് അദ്ദേഹത്തിന് ആശ്വാസം നൽകാൻ, അതാണ് ഒരു ഇണയുടെ ഒരു കഴിവ് എന്ന് പറയുന്നത്, ഗുണം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നല്ലൊരു ഇണയുണ്ടാവുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ സൗഭാഗ്യത്തിൻ്റെ അടയാളമാണ് എന്ന് പ്രവാചകൻ്റെ വചനത്തിൽ കാണാനായിട്ട് കഴിയും. കുടുംബജീവിതത്തിൽ പ്രിയമുള്ളവരെ പ്രശ്നങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. അപ്പോൾ വിട്ടുവീഴ്ച കാണിക്കണം, അപ്പോൾ സ്നേഹത്തോടുകൂടെ പെരുമാറണം. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അങ്ങനെ സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ നന്മ നിറഞ്ഞ ഒരു പൂന്തോപ്പിലെ പോലെ നല്ലൊരു ജീവിതം നയിക്കുവാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ പ്രത്യേകം പറയാനുള്ള, നമ്മോട് ആവശ്യപ്പെട്ടുള്ളൊരു കാര്യം, ഈ വിവാഹം കഴിക്കുന്ന വരൻ്റെ അദ്ദേഹത്തിൻ്റെ മൂത്താപ്പ, പിതാവിൻ്റെ ജ്യേഷ്ഠൻ, അദ്ദേഹം ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടിട്ടുണ്ട് എന്നും അദ്ദേഹത്തിനും അതുപോലെ തന്നെ അവരുടെ വല്യപ്പ വല്യമ്മ അവർക്കൊക്കെ പ്രത്യേകം, ഇതൊരു സന്തോഷത്തിന് അവസരമാണല്ലോ, അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള, ഈമാനോടുകൂടെ മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാവർക്കും അല്ലാഹു തആല സ്വർഗം നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിവാഹത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന സഹോദരനും സഹോദരിക്കും അള്ളാഹുവിൻ്റെ അർഹമുറാഹിമീനായ, സർവശക്തനായ, ജഗന്നിയന്താവായ അള്ളാഹുവിൻ്റെ ആ സമാധാനമുള്ള, ഐശ്വര്യമുള്ള, ഹൈറും ബർക്കത്തുമുള്ള ജീവിതം അള്ളാഹു തആല അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവരുടെ ജീവിതത്തിൽ എന്നും സന്തോഷവും റഹ്മത്തും റാഹത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ മുഖേന ഈ രണ്ട് കുടുംബങ്ങൾക്കും, രണ്ട് നാട്ടുകാർക്കും, അതുപോലെ മുസ്ലിം ഉമ്മത്തിനും, ഈ ലോകത്തിന് തന്നെ ഒട്ടേറെ നന്മകൾ അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വാലിഹായ സന്താനങ്ങളെ അള്ളാഹു തആല അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ ജഅൽ ബൈനഹും അൽ മവദ്ദത വർ-റഹ്മത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ജഅൽഹും خير الزوجين. اللهم بارك لهم. بارك الله لكما وبارك عليكما وجمع بينكما في خير. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل
تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين صلى الله وسلم على نبينا محمد والحمد لله رب العالمين.